നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രതിഭകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന പ്രതിഭകൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രമുറങ്ങുന്ന ഈ സ്കൂളിന്റെ മണ്ണിലേക്ക് വരുന്നു. ഇവിടെ നടക്കുന്ന വൈവിധ്യപൂർണമായ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മോടൊപ്പം ഒരു ടീം പങ്കെടുക്കുകയാണ്. തീർച്ചയായിട്ടും എടക്കര നീലാംബരി സംഗീത സ്കൂളിന്റെ പ്രവർത്തകരും അതിലെ പങ്കാളികളും അവിടുത്തെ സ്റ്റുഡൻസും അധ്യാപകരും ഒക്കെയാണുള്ളത്, രക്ഷിതാക്കളും ഒക്കെ ഉണ്ട് കൂടെ. ഈ കലോത്സവത്തിൽ അവരുടെ പങ്കാളിത്തം എന്താണ്, അവരെങ്ങനെയാണ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇത് സുനിൽ സാറാണ്. ഒരുപക്ഷെ ആ സംഗീത പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാത്രമൊന്നുമല്ല നമുക്ക് അദ്ദേഹത്തെ പരിചയം. അദ്ദേഹം നമ്മുടെ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സംഗീത നിരൂപകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചാനലിലൂടെയൊക്കെ അദ്ദേഹത്തിന് നമുക്ക് പരിചയമുള്ളതാണ്. സുനിൽ മാഷിന്റെ നേതൃത്വത്തിലാണ് ഈ ടീം ഈ വർഷത്തെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. മാഷ് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞങ്ങൾ നീലാംബരി സംഗീത സ്കൂള് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം തന്നെ ശുദ്ധമായ സംഗീതത്തെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുവരാം. അതിന് നമ്മൾ ഒരു കുട്ടിയെ സ്പെഷ്യലായിട്ട് പഠിപ്പിക്കുന്നേ ഇല്ല. പല പ്രോഗ്രാമിലും നമ്മുടെ 50ഓളം കുട്ടികളൊക്കെയാണ് കച്ചേരി പോലെ കീർത്തനങ്ങൾ പാടുന്നത്. അപ്പോൾ അതിൽ നമ്മളെ ഏറ്റവും നമ്മുടെ നീലാംബരി സംഗീത സ്കൂളിൻ്റെ നക്ഷത്രമാണ് അനന്താദാസ്. തുടർച്ചയായിട്ട് 3 വർഷം, അതായത് 2ാം ക്ലാസ് മുതൽ അവളാണ് ലളിതഗാനത്തിൻ്റെ വിന്നർ. പിന്നെ 3ാം ക്ലാസ് തൊട്ടാണ് ക്ലാസിക്കൽ കുട്ടികൾക്കുള്ളത്. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും LP വിഭാഗത്തിലെ ക്ലാസിക്കൽ വിന്നറാണ്. ഇപ്പം മത്സര റിസൾട്ട് കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ വരുമ്പോഴാണ് മാഷിനെ കാണാൻ ഭാഗ്യമുണ്ടായത്. അപ്പോൾ പിന്നെ അതാണ് ഞങ്ങളുടെ. പിന്നെ ഇത് അയനമോളാണ്, അവളും നല്ല മിടുക്കിയാണ്. ഒരുപാട് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട്. അതുപോലെ ഇത് നമ്മളെ അമയ് കൃഷ്ണയാണ്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ബാക്കി ഇനി ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങളെ രക്ഷിതാക്കളാണ്. ദേശഭക്തി ഗാനത്തിലും സംഘഗാനത്തിലും എല്ലാം A ഗ്രേഡോടെ നമുക്ക് വിന്നറാകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എല്ലാം, ഹയർ സെക്കൻഡറി തൊട്ട് LP വരെ. അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അനന്തയാണെന്നാണ് അല്ലേ? അനന്തദാസ് ആണ്. എന്ത് തോന്നുന്നു മോളെ ഈ അവസരത്തിൽ? സന്തോഷം തോന്നുന്നു. നല്ലോണം പാടിയോ? കുറെ കുട്ടികളുണ്ടായിരുന്നോ മത്സരിക്കാൻ? 6 കുട്ടികളുണ്ടായിരുന്നു. ഓ ശരി, ഉഷാറായി. അപ്പൊ കൺഗ്രാജുലേഷൻ കേട്ടോ. അത് ശാസ്ത്രീയ സംഗീതത്തിലാട്ടോ. ലളിതഗാനത്തില് ധാരാളം കുട്ടികളുണ്ട്. ശാസ്ത്രീയ സംഗീതം പഠിച്ച കുട്ടികളല്ലേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോ എല്ലാവിധ ആശംസകളും. സംഗീതം തുടർന്ന് പോവില്ലേ? പോവുമല്ലോ. ഇതൊരു കുഞ്ഞു മിടുക്കിയുണ്ടല്ലോ ഇവിടെ. അനന്തമോളുടെ അനിയത്തിയാണ്. പറഞ്ഞ പേര് പറഞ്ഞു. നയന ഒരു പാട്ട് പാടിക്കുന്നത്, അങ്ങോട്ട് നോക്കി ഒരു പാട്ട് പാടിക്കും. അമ്പിളി മാമനെ കമ്പിളി വീണമഞ്ഞൊരു ചെള്ളിയ ചിങ്ങാതി മാനത്തെ മേഘത്തിൽ അളിച്ചമറ്റി നല്ല പുതപ്പിന് ചേരാടി പുതിയുള്ള കള്ളക്കുറുക്കനും ചോദിച്ച് ഇമ്പിള മാമന്റെ കാറ്റുണ്ട് കള്ളക്കുറുക്കന് ചോദിച്ച് കള്ളക്കുറുക്കൻ ചോദിച്ചേ. ഓ മിടുക്കി. നല്ല അടിപൊളിയായി കേട്ടോ. കൺഗ്രാജുലേഷൻ. മോളുടെ പേരെന്താ? അതിന് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തോ? നന്നായി മത്സരിച്ചില്ലേ? നന്നായി പാടിയില്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും. പുറകിൽ നിൽക്കുന്ന രക്ഷിതാക്കളൊക്കെയാണ്. രക്ഷിതാക്കൾ ഇവിടെ ഒരാൾ കൂടി ഉണ്ട്. പേര് പറയൂ. അമയ് കൃഷ്ണ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇവിടെ ഏതാ മത്സരം? സംഘഗാനം. ഓക്കെ. അപ്പൊ മാഷ എല്ലാവിധ ആശംസകളും നേരുകയാണ്. രക്ഷിതാക്കളുടെ പിന്തുണ തീർച്ചയായിട്ടും അല്ലേ? അതാണ്. എന്താണ് പറയാൻ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച്? പെർഫോമൻസ് മുന്നോട്ട് കൊണ്ടുപോകണം, അതേപോലെ തന്നെ കൊണ്ടുപോകണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം. അപ്പൊ എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം. സോണ. നന്നായിരിക്കട്ടെ. തീർച്ചയായിട്ടും കലോത്സവത്തിലെ കാഴ്ചകൾ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾക്ക് കൂടി അതിനൊരു വൈവിധ്യമുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞുമോള് പാടിയ പാട്ട് നമ്മൾ കേട്ടല്ലോ അല്ലേ? ഇങ്ങനെ ഒരുപാട് പ്രതിഭകളാൽ സമ്പന്നമാണ്. അവരുടെ സാന്നിധ്യം കൊണ്ട്, അവരുടെ ഇടപെടലുകൾ കൊണ്ടൊക്കെ ശ്രദ്ധേയമാണ് കലോത്സവങ്ങൾ എന്നുള്ളതാണ് പ്രത്യേകത. തീർച്ചയായിട്ടും ഈ കലോത്സവത്തിന്റെ ഒടുവിലത്തെ ദിവസമായ ഇന്ന് ഒത്തിരി കാഴ്ചകൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാനുണ്ട്. വീണ്ടും കാണാം.